ഹായ് ഗൈസ്, അപ്പോൾ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ദുൽഖർ സൽമാൻ നായകനെത്തിയ കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. അപ്പോൾ സിനിമ കണ്ടിറങ്ങി വരുന്ന പ്രേക്ഷകരോട് നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു നോക്കാം. പടം സൂപ്പറാണ്, ഒരു രക്ഷയില്ല. കുഞ്ഞിക്കായ നമ്മൾ പാൻ ഇന്ത്യ സൂപ്പർ സ്റ്റാർ ലെവലിൽ നമ്മൾ അത്ര ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പടമാണ്. ഇപ്പോൾ ദുൽഖർ സൽമാൻ എങ്ങനെ കാണാൻ പറ്റിയോ ആ ഒരു റേഞ്ചിൽ മാസമായിട്ട് വേറെ ലെവലായിട്ട് നമുക്ക് കാണാൻ പറ്റി. അതിനാണ് പടത്തിൽ ഏറ്റവും വലിയ ഇക്കായി കാണാൻ വേണ്ടി മാത്രം പടത്തിൽ നമ്മൾ കയറാം. ഫസ്റ്റ് എൻട്രി സെക്കൻഡ് എൻട്രി ഒക്കെ ഒരു രക്ഷയില്ല, പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ലെങ്ത് മാത്രം ചെറിയൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു, വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ലെങ്തൊന്ന് കുറച്ചിരുന്നെങ്കിൽ പക്കയായിരുന്നെങ്കിൽ. ബി ജി എം ഒക്കെ എൻ്റെ അമ്മ അന്യായം, ചുമ്മാ ആയിരുന്നു അമ്മ ശരിക്കും അമ്മാതിരി ലെവലാണ്. അതിൻ്റെ ഡിക്യൂര സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്, രക്ഷയില്ല. ചേട്ടാ വൺ ടൈം വാച്ചബിളാണ്. ട്രെയിലറിൻ്റെ ഒരു അത്ര ഇത് കിട്ടിയിട്ടില്ല പടത്തിന്. കാരണം ആ ഒരു എന്താ പറയുക, ട്രെയിലർ കണ്ട് നമ്മൾ വലുതായിട്ട് എക്സ്പെക്ട് ചെയ്ത് വന്നുകൊണ്ട് വലിയൊരു പെർഫോമൻസ് അതിൽ കിട്ടിയില്ല. എങ്കിലും ഒരു ആവറേജ് പടമാണ്, വൺ ടൈം വാച്ചബിളാണ്. പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ആ ബി ജി എം ഒക്കെ കറക്റ്റ് ആ പടത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു വൺ ടൈം വാച്ചബിളാണ്. വലുതായിട്ട് എക്സ്പെക്ട് ചെയ്ത് ട്രെയിലർ കണ്ട് എക്സ്പെക്ട് ചെയ്ത് വന്ന ഒരു നിരാശയായിരിക്കും കിട്ടണേ. അല്ലാതെ പടം ഓക്കെ. ബി ജി എം ഒക്കെ പടത്തിൽ നല്ലവണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു പടത്തിലെല്ലാം ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബ്രോ, മുഴുനീള ഡിക്യുവിൻ്റെ കഥാപാത്രം വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. അതുമാത്രമല്ല ഡയലോഗിലുള്ള പോരായ്മയാണ് ഡിക്യു. പക്ഷേ അഭിനയത്തിലൊരു കുഴപ്പമില്ല. സ്ക്രീൻ പ്ലേ, പെർഫോമൻസ് എല്ലാം ബേസ് ചെയ്ത് ഇതൊരു ജയിലറും KGF അല്ലാത്തത് കൊണ്ട് മാത്രം കിങ് ഓഫ് കൊത്ത നിൽക്കും, ഇന്ത്യൻ തിയേറ്ററിൽ ഓടും എന്നൊരു പ്രതീക്ഷയോടെ വിശ്വസിക്കുന്നു. കൊള്ളാം പടം. അങ്ങനെ ദുൽഖറിൻ്റെ അഭിനയം കൊള്ളാം. മ്യൂസിക് BGMs നൈസായിട്ടുണ്ട്. എല്ലാ ഓൾറൗണ്ട് മസ്റ്റ് വാച്ച് പടമാണല്ലോ. തിയേറ്ററിൽ വന്ന് വാച്ച് ചെയ്യണം, നല്ല കാര്യമുള്ളൂ. യെസ്, വന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ റൊമാൻസിലല്ലേ കണ്ടിട്ടുള്ളൂ. ഇപ്പം വേറെ ഇതിൽ വന്നപ്പം ലെവൽ പൊളിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നല്ല പടം തന്നെ. ഓവർ ഹൈപ്പ് വെച്ച് കാണില്ല, അത്ര മാത്രമേ ഉള്ളൂ. ഓവർ ഹൈപ്പ് വെച്ച് കണ്ടാൽ എന്തായാലും നിരാശപ്പെടും. നമ്മൾ ഈ തമിഴ് മൂവീസൊക്കെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ മലയാളം മൂവീസിൻ്റെ ബഡ്ജറ്റും ആ ലിമിറ്റേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല വർത്തായിട്ടുള്ള പടം തന്നെയാണ്. കുഴപ്പമില്ല, നല്ല പടം. ലൈക്ക് ആസ് യൂഷ്വൽ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. എനിക്ക് സിനിമയിൽ ഉടനീളം ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഡയലോഗ്സ് തോന്നി. അത് ദുൽഖറിന് മാത്രമല്ല, എല്ലാവരുടെ ആയിട്ട് ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നി. ആ ഒരു നെഗറ്റീവ് മാത്രമേ എനിക്ക് പറയുള്ളൂ, വേറെ ഒന്നുമില്ല. നല്ല പടം. ഒരു പക്ക ഗാങ്സ്റ്റർ ഡ്രാമ, വെരി വെൽ ഡൺ. ദുൽഖറിൻ്റെ പെർഫോമൻസ് കിടുക്കി. ഇത് മറ്റൊരു മാസ് എൻ്റർടൈനർ അല്ല, ഇതൊരു ക്ലാസിക് ഗാങ്സ്റ്റർ ഡ്രാമയാണ്. ഒരു ഇമോഷണൽ അങ്ങനത്തെ ഒരു പടമാണ്. കലക്കിയിട്ടുണ്ട്. അഭിലാഷ് ജോഷി ഒരു വിജയം തന്നെയാണ് തന്നിരിക്കുന്നത് നമുക്ക്. ഓണം വിന്നർ. പടം കുഴപ്പമില്ല, ഒരു ആവറേജ് പടം. ദുൽഖറിൻ്റെ പെർഫോമൻസ് അടിപൊളി. ദുൽഖർ ഫാന് അടിപൊളി, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അതെ, അങ്ങനെ ചോദിച്ചാൽ എന്താ പറയുക, കുഴപ്പമില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. കുഴപ്പമില്ല, വൺ ടൈം വാച്ച് ചെയ്ത് നല്ല കോമഡി ആയിട്ടുണ്ട്. നൈസ് പടം, അടിപൊളി പടമാണ്. കാണണം. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. പെർഫോമൻസ് എല്ലാം നൈസ്. എനിക്ക് മേക്കിംഗ് നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളി മേക്കിംഗ് തന്നെയാണ്. കൊറിയോഗ്രാഫി ബാക്കിയെല്ലാം നന്നിട്ടുണ്ട്. നല്ല സിനിമാറ്റോഗ്രാഫി കൊള്ളാം, നന്നിട്ടുണ്ട് എല്ലാവരും. എക്സ്പെക്ടേഷൻ അത്രയൊന്നും എത്തിയില്ല. ഞാൻ ഭയങ്കര മാസമായിട്ട് അങ്ങനെ വിചാരിച്ചു പോയി. ലാഗൊക്കെ ഉണ്ട്. പെർഫോമൻസ് ജാക്സ് ബിജോയ് സൂപ്പർ. പിന്നെ ഗോകുൽ സുരേഷ് ആക്ടിങ് നല്ല ഭയങ്കര. സിനിമയുടെ തീം ഒരു ക്രൈം ആക്ഷൻ മൂവിയാണ്. പക്ഷേ ജയിലറിൻ്റെ വരെ ഈ സിനിമയെ ബാധിച്ചിട്ടുണ്ട്. നമ്മൾ കാണാനുള്ള മാസമല്ല നമ്മളത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. അതിന് മുമ്പ് വന്നെങ്കിൽ കുറച്ചുകൂടെ ഇതായാണ്. കുഴപ്പമില്ല, ഇഷ്ടത്ര ഇല്ല, നല്ലൊരു ആവറേജ് പടം. ഇവരിപ്പോൾ ക്ലൈമാക്സ് റീഷൂട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ കുറച്ച് പ്രതീക്ഷയായിരുന്നു. അപ്പോൾ അത് ക്ലൈമാക്സ് അത്ര ഇല്ല, എന്നാലും കുഴപ്പമില്ല. ദുൽഖർ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് ഉള്ളായിരുന്നു, സെക്കൻഡ് ഹാഫ് അത്ര ഇതായില്ല, കുറച്ചും കൂടി നന്നൊക്കെ ആയിരുന്നു. എക്സ്പെക്റ്റേഷൻ അതല്ല, എനിക്കെന്തോ പേഴ്സണലി ഇഷ്ടപ്പെടില്ല. എടുത്തു പറയാൻ സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. നല്ല കുറേ മാസ് സീൻസ് ഉണ്ട്. BGM പൊളിയായിരുന്നു. ദുൽഖർ ആയിരുന്നു, നല്ല പെർഫോമൻസ് ദുൽഖർ ആയിരുന്നു. വേറെ വളരെ മോശം. ഇങ്ങനെയൊന്നും സിനിമ എടുക്കാൻ പാടില്ല. വളരെ മോശം. പറഞ്ഞ ഹൈപ്പിനൊന്നുമില്ല, പോരാ. ഒന്നുമില്ല. ക്ലൈമാക്സ് ഇല്ല.